നിർധനരായ കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച എം.എസ്. ഗോൾഡൻ ഡയമണ്ട്സ്. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷമീറിന്റെ ഗൃഹപ്രവേശനത്തിനോടനുബന്ധിച്ച് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. മന്ത്രി സണ്ണി ജോസഫ് താക്കോൽദാനം നിർവഹിച്ചു. നിർധനരായ 6 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നമാണ് എം.എസ്. ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രവർത്തനത്തിലൂടെ സാക്ഷാത്കാരമായത്. മന്ത്രി സണ്ണി ജോസഫ് താക്കോൽദാനം നിർവഹിച്ചു. നൽകുന്നത് പ്രിയപ്പെട്ട ജമീൽക്ക് സ്വീകരിക്കുന്നു. മൈമൂനയ്ക്കുള്ള താക്കോൽ നൽകുകയാണ്. സമൂഹത്തിന്റെ ചിട്ടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഭവനമാണ്. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. നമുക്ക് ആഹാരം വേണം, അതുപോലെ തന്നെ നമുക്ക് ഒരു ഭവനം വേണം, വീട് വേണം, ഷെൽട്ടർ വേണം, നമുക്ക് വസ്ത്രം വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 ആവശ്യങ്ങളിൽ ഒന്നായ വീട്, ഷമീറിന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ വീട്ടിക്കൂടലിന്റെ മുന്നോടിയായിട്ട് തന്നെ ഇവിടെ 6 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്നു. എം.എസ്. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ ഞാൻ നാടിനു വേണ്ടിയും കേരളത്തിലെ സർക്കാരിനു വേണ്ടിയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുകയാണ്. ആദ്യം 3 വീടുകൾ നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തിയതോടെ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച 6 വീടുകൾ നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് എം.എസ്. ഗോൾഡൻ ഡയമണ്ട്സ് എം.ഡി. ഷമീർ പറഞ്ഞു. നമ്മളെ എം.എസ്. ഗോൾഡ് തുടങ്ങി 10ാമത്തെ വർഷമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ വർഷത്തിൽ നമ്മളൊരു ഇതേപോലെ ഒരു 5-6 വീട്, ആദ്യം 3 വീടായിരുന്നു പ്ലാൻ. പിന്നെ വീടിന്റെ ആവശ്യക്കാർ വന്നപ്പോൾ അത് 6 വീടാക്കി. അപ്പോൾ അതിന്റെ ഒരു ഭാഗം കൂടിയായാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു ആൾക്കാരെ കണ്ടെത്തി, അതിന് അർഹമായ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിർധന കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് എം.എസ്. ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ മുഹമ്മദ് കാടാങ്കോട് പറഞ്ഞു. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ, പിന്നെ പല വീടുകളൊക്കെ എടുക്കുമ്പോൾ ഞാനും ഇൻവോൾവ് ആകാറുണ്ട്. കുറേശ്ശൊക്കെ എനിക്ക് പറ്റുന്ന വിധത്തിൽ പലർക്കും അങ്ങനെ ഉള്ളവർക്കൊക്കെ എന്നോട് ആവശ്യപ്പെടുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഞാൻ ഇൻവോൾവ് ആകാറുണ്ട്. അപ്പോൾ എനിക്കായിട്ട് നിർബന്ധിച്ചിട്ട് ഇതെങ്ങനെ തന്നെ കൊടുക്കണമെന്നുള്ളൊരു ഇതില് എനിക്കൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തോടു കൂടി സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒക്കെ ചെയ്തു കൊടുക്കാന്നുള്ള ഒരു തോന്നൽ വന്നു. പിന്നെ 2ാമത്തെ ഷമീറിന്റെ വീട്ടിന്റെ എം.എസ്. വില്ല 2. അപ്പൊ അതിനോടുകൂടി കുറച്ച് ആൾക്കാർക്ക് നമ്മളിങ്ങനെ ഒരു വീടൊക്കെ ആക്കി വരുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്പെടുത്തണം എന്നുള്ളൊരു കണ്ടീഷനിൽ അങ്ങനെ വന്നത് ഒരാശയം. ആ വീട് എടുക്കുമ്പോൾ ഒരു തീരുമാനമാണ്. വീടിനെ ഫൗണ്ടേഷൻ ഇടുമ്പോഴതിന് മുമ്പേ തീരുമാനമുണ്ട്, ഇങ്ങനെ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഇതിനോട് കൂടി എനിക്കൊരു 10 കൊടുക്കണമെന്ന് ആഗ്രഹം. പക്ഷെ പണി തീരാതെ കൊണ്ട് അത് ആളായി. ഇനിയും സാധ്യതയുണ്ട്. കാരണം ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടും നമ്മളോട് അവർക്ക് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടൊക്കെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്, ഒന്നുമില്ലാതെ. അപ്പൊ അവർക്കും കൂടി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, ദൈവം സഹായിച്ചെങ്കിൽ. കെ ജലീൽ, മിനി ചാക്കോ, ജമീല, കെ മൈമൂന, റഹ്മത്ത് എന്നിവർക്കുള്ള വീടുകളുടെ താക്കോൽ ചടങ്ങിൽ കൈമാറി. രവിക്കായി നിർമ്മിക്കുന്ന വീടിന്റെ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ചടങ്ങിൽ വീടിന്റെ 3D പതിപ്പും കൈമാറി. വീട് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ജീവിതത്തിന്റെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്നും ഗുണഭോക്താക്കൾ പറഞ്ഞു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും തന്നതില് നമ്മളെ കാക്കും വേണ്ടി പ്രത്യേകം ഒരു പ്രാർത്ഥന, അവരുടെ കുടുംബത്തിനും ഫാമിലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഉണ്ടാകും. ഇത്രയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല സന്തോഷമാണ്. അൽഹംദുലില്ലാ. കുറേ കാലം പാടായിട്ടായിരുന്നു. കുറേ കാലമായി ഇങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് വീടില്ല. ഇപ്പം നല്ല വീടാണ്, നമ്മളെ മനസ്സിൻ്റെ സന്തോഷമാണ്. പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.